ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബനാന ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തത് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി 5 പഴുക്കാത്ത നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ കായയും എടുത്തിട്ട് ഇതേപോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ തൊലി അടർത്തിയെടുക്കാൻ പറ്റും. കായയുടെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി കുറച്ച് സമയം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ട് വെക്കാം. കായക്ക് നല്ല മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കായയിലുള്ള വെള്ളമെല്ലാം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് തുടച്ചെടുക്കാം. ഇനി ഇത് മുറിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്രേറ്റർ എടുത്ത് ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഭാഗം ഉപയോഗിച്ച് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കായും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കായ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ കായ വറുത്തതിന് നല്ലൊരു രുചിയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കായ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഏകദേശം ഒരു 5-10 മിനിറ്റ് ആവും ഇത് റെഡിയായി കിട്ടാൻ. രണ്ടു വശവും ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുമിളകളെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും രുചിയിലുള്ള കായ വറുത്തത് റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.